വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുകയാണ് സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. SIR ഭരണഘടനാ തത്വങ്ങൾക്കെതിരെന്നും വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഏകപക്ഷീയമായി ഒഴിവാക്കുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഗുഡ് ഈവനിങ് അഗെയിൻ. അപ്പോൾ ഈ ഒരു വിഷയം കോടതിയുടെ പരിഗണനയിൽ വന്നു, രാജ്യമൊട്ടാകെ ചർച്ചയായ വിഷയമാണ്. അപ്പോഴാണ് ഈ ഒരു കത്ത് വരുന്നത്. ഈ കത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഏകപക്ഷീയമായി ഒഴിവാക്കുന്നു, ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കത്ത് എങ്ങനെയായിരിക്കും കാണുന്നത്? മറ്റു വിവരങ്ങൾ. ക്രിസ്റ്റിന, മുൻപും SIR-ലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIM അടക്കമുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ SIR-നെതിരെ രംഗത്ത് വന്നിരുന്നു. എന്തായാലും SIR വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങളിലാണ് SIR നടപടികൾ പുരോഗമിക്കുന്നത്. ആ ഒരു വേളയിൽ, കാരണം അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ SIR പോകുന്നത്, ഇനി അന്തിമ പട്ടിക മാത്രമാണ് പല സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിക്കാനുള്ളത്. ആ ഒരു വേളയിൽ കൂടിയാണ് ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് കത്ത് നൽകിയിരിക്കുന്നത്. ഈ നടപടികളിൽ നിന്ന്, കാരണം SIR വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്നതാണ് കത്തിൽ CPIM ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ നടപടികളിൽ നിന്ന് പിന്മാറണം, ഇപ്പോൾ SIR നടത്തി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികകൾ അടക്കം റദ്ദാക്കണമെന്നതാണ് CPIM ആവശ്യപ്പെട്ടിരിക്കുന്നത്. വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഏകപക്ഷീയമായി ഒഴിവാക്കുന്നു, ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ SIR-ൽ നിന്ന് വോട്ട് നിഷേധിക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ CPIM ഉയർത്തുന്നുണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടക്കുന്നുണ്ട്. ഇത് BLO-മാർക്കടക്കം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പല BLO-മാർക്കും ഈ സമ്മർദ്ദം കാരണം ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് നേരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് SIR-ലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതെന്നും M.A. ബേബി ചൂണ്ടിക്കാണിക്കുന്നു. കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടൊപ്പം തന്നെ SIR-നെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നിരുന്നു. കാരണം കേരളത്തിൽ ഇത്തരത്തിൽ വോട്ട് നഷ്ടപ്പെട്ടായ നിരവധി പേരുണ്ടായിരുന്നു, അവർക്ക് വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റുന്നില്ല എന്ന ആരോപണങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു. ഈ വിഷയം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി കത്തയച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ അതൊന്നും പരിഗണിച്ചിരുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്തായാലും ഈ കത്തിനും വലിയ പ്രാധാന്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നൽകുമെന്നോ നമുക്ക് പ്രതീക്ഷയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.